ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പം പറയാം. അപ്പം കേട്ടോളൂ. The rule of Clayton's case will apply to dash account. ഈ ക്ലേറ്റൺസ് റൂൾ അല്ലെങ്കിൽ അത് നിങ്ങൾക്കറിയാലോ അല്ലേ? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട റൂളാണ് ക്ലേറ്റൺസ് റൂൾ എന്ന് പറയും. ഇത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 59, 60, 61 ഒക്കെ ഈ ക്ലേറ്റൺസ് റൂളുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ സെക്ഷൻസാ? സെക്ഷൻ 59, 60, 61 ഇതൊക്കെ ക്ലേറ്റൺസ് റൂളുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് റിസീവ്ഡ് ബൈ എ ബാങ്ക് ഫ്രം ദി കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബാങ്കിന് കിട്ടുന്ന പണം അതെങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വീതിച്ചെഴുതണം, അതിന് വേണ്ടിയിട്ടുള്ള അതിനെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് റൈറ്റ് കസ്റ്റമർക്കാണ്. അത് അയാളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സെക്കൻഡ് റൈറ്റ് ബാങ്കിനാണ്. രണ്ടുപേരും റൈറ്റ് അപ്രോപ്രിയേഷൻ നടത്താനുള്ള റൈറ്റ് ഉപയോഗിക്കാതിരുന്നാൽ ഈ ക്ലേറ്റൺസ് റൂൾ അനുസരിച്ച് ചെയ്യാം. സെക്ഷൻ 59, 60, 61 എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട. എന്തായാലും ക്ലേറ്റൺസ് കേസ് അല്ലെങ്കിൽ റൂൾ ഇൻ ക്ലേറ്റൺസ് കേസ് എന്ന് പറയുന്നത് ഈസ് ആപ്ലിക്കബിൾ ഇൻ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് അല്ലേ? അത് ഏത് അക്കൗണ്ടിന് ബാധകമായെന്ന് ചോദിച്ചാൽ എൻഡോഴ്സ്മെൻറ്റ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, പിന്നെ നോസ്ട്രോ അക്കൗണ്ട്. ക്ലേറ്റൺസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഫോർ റണ്ണിങ് അക്കൗണ്ട്സ്. റണ്ണിങ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇതിലേതാ? കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ട്, അതായത് ക്ലേറ്റൺസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഫോർ റണ്ണിങ് അക്കൗണ്ട്സ് ഓർ കറണ്ട് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം കറണ്ട് അക്കൗണ്ട്സ് എന്നാണ്. അടുത്ത നമ്മൾ പറയുന്നത് ഇഫ് സെയിൽസ് ആർ 2,00,000 and the rate of gross profit on cost of goods sold is 25%. അപ്പോൾ സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് 25% ഓൺ സെയിൽസ് എന്നാണോ പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണോ? 25% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി. അപ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. അത് നേരിട്ട് കാണാം, അല്ലാതെ കാണാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ ആദ്യം നമുക്ക് പ്രോഫിറ്റ് കാണാം. ഒരു മാർഗം അതാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ആദ്യം പ്രോഫിറ്റ് കാണുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര പറഞ്ഞ കോസ്റ്റിൻ്റെ 25% എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു കോസ്റ്റ് ഇൻറ്റു 25/100. അതായത് ഇത് തന്നെയാണ് സെയിൽസിൻ്റെ 25/125. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് പ്രോഫിറ്റാണേ പറഞ്ഞ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ആണെങ്കിൽ 25/100, സെയിൽസിൻ്റെ ആണെങ്കിൽ 25/125. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2000 ഇൻറ്റു 25/125 എത്ര കിട്ടാം? 400 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി നോക്കിയേ, പ്രോഫിറ്റ് 400 രൂപയാണെങ്കിൽ സെയിൽസ് എത്രയാ? ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിൽസ് 2000 അല്ലേ? പ്രോഫിറ്റ് 400 രൂപ, ഗ്രോസ് പ്രോഫിറ്റ് 400 രൂപയിൽ നിന്ന് കിട്ടി. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടില്ലേ? കിട്ടും. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അത് കുറച്ചാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ എത്ര രൂപ? ABCD ഏത്? C, 1600 രൂപയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ശരി, അടുത്തതിലേക്ക് പോകാം. നമ്മൾ ഒത്തിരി പറഞ്ഞതാണ് ആ ടൈപ്പ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദീസ് ഈസ് നോട്ട് എ കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്.
നമ്മൾ സാധാരണ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് കാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ? ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, നിങ്ങൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് മാറുകയും ചെയ്തു. അത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമോ? വരില്ല. ഞാൻ ഇഷ്യൂ ചെയ്തു, നിങ്ങളത് മാറാതിരിക്കുമ്പോഴാണ് വരിക. ഞാനൊരു ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തു, ബാങ്ക് അത് അവിടെ അത് ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു. ഇത് രണ്ടും നടന്നിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നെയാണ്, വിച്ച് വൺ ഓഫ് ദീസ് ഈസ് നോട്ട് എ കോസ് ഓഫ് ഡിഫറൻസ് ഇൻ കാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം കാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം വരുത്തുന്നതിന് കാരണമല്ല. അത് ഏതാണെന്ന് പറയണം. ഒന്ന്, എറർ ഇൻ പാസ്ബുക്ക്, അത് വ്യത്യാസം ഉണ്ടാവും അല്ലേ? പാസ്ബുക്കിൽ മാത്രം തെറ്റ് വന്നാൽ രണ്ട് ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അടുത്തത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ക്ലിയർഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അത് ക്ലിയറും ചെയ്തു എന്ന് പറഞ്ഞാൽ ചെക്ക് ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർഡ് ബൈ ദ ബാങ്ക്. ക്ലിയർഡ് ബൈ ദ ബാങ്ക് മീൻസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അത് അവരെന്തും ചെയ്തു, ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നോക്കി, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സി കൂടി, അത് ബാങ്കിൽ ക്ലിയർ ചെയ്തെന്ന് പറയുമ്പോൾ പിയും കൂടി. അപ്പോൾ വ്യത്യാസമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ക്ലിയർഡ് എന്ന് അൺക്ലിയർഡ് അല്ല, ക്ലിയർഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബാങ്കിൽ കൊടുത്തു, അത് ബാങ്കിൽ ക്ലിയർ ചെയ്തു. ഇത് ബാങ്ക് അല്ലെങ്കിൽ പാസ്ബുക്കും കാഷ് ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതല്ല. ഇതങ്ങനെ ഒരു കാരണമല്ല. അപ്പോൾ ഇതല്ലേ നമ്മുടെ ഉത്തരം. അടുത്ത് നോക്കി, എറർ ഇൻ കാഷ് ബുക്ക്. കാഷ് ബുക്കിൽ മാത്രമായിട്ടൊരു തെറ്റ് വന്നു. ആ തെറ്റ് വന്നാൽ അത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരും, അല്ലെങ്കിൽ രണ്ട് ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അടുത്ത, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ പ്രസൻറ്റ് ചെയ്തില്ല. അവിടെയും രണ്ട് ബുക്കുകളുടെ ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം വരില്ലേ? വരും. അപ്പോൾ വ്യത്യാസം വരാത്ത ഇത് മാത്രമാണ് ചെക്ക് ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക് ആൻഡ് ക്ലിയർഡ് ബൈ ദ ബാങ്ക്. ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ അത് ക്ലിയറും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രണ്ട് ബുക്കിൻ്റെ ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഓക്കെ, ദെൻ അടുത്തിലേക്ക് പോവാം. നോക്കിയേ, ₹5,000 റെൻറ്റ് പെയ്ഡ് ടു സോമൻ. അതായത് 5,000 രൂപ സോമന് റെൻറ്റ് കൊടുത്തു. ഇനി കേട്ടെ, വാസ് ഡെബിറ്റ് ടു സോമൻസ് പേഴ്സണൽ അക്കൗണ്ട് ദ എറർ വിൽ. ഒരു നോമിനൽ അക്കൗണ്ട് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പം റെൻ്റ് എന്നുള്ളതല്ല, ഏതാണെങ്കിലും അത് റെൻ്റ്, സാലറി, വേജസ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ എന്ത് വേണമെങ്കിലും ആവാം. ഒരു നോമിനൽ അക്കൗണ്ട് പേ ചെയ്താലോ റിസീവ് ചെയ്താലോ, പെയ്ഡ് എന്നോ റിസീവ്ഡ് എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിലെ പേഴ്സൺ ഒരു അക്കൗണ്ട് അല്ല. ഇപ്പോൾ സാലറി കൊടുത്തു എന്നിരിക്കട്ടെ, ലോകത്ത് ഏതൊരാളിന് സാലറി കൊടുത്താൽ എൻട്രി സാലറി അക്കൗണ്ട് ഒരു കാശാണ്. അത് എയ്ക്ക് കൊടുത്താലും ബിക്ക് കൊടുത്താലും സാലറി അക്കൗണ്ട് ഒരു കാശാണ്. ഈ എയും ബിയും ഒരു അക്കൗണ്ട് അല്ല. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കി, ₹5,000 റെൻറ്റ് പെയ്ഡ് ടു സോമൻ. ഇതിൻ്റെ എൻട്രി എന്താ? 5,000 രൂപ റെൻറ്റ് കൊടുത്തു, സോമന് കൊടുത്തു. എൻട്രി എന്താ? കറക്റ്റായിട്ട് എൻ്റെ എൻട്രി പറഞ്ഞാൽ റെൻ്റ് അക്കൗണ്ട് അറ്റ് കാഷ് എന്നാണ്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അറ്റ് കാഷ് എന്ന് എഴുതുന്നതിന് പകരം ഡെബിറ്റ് വാസ് ഗിവൺ ടു സോമൻ, അത് സോമൻ അക്കൗണ്ട് അറ്റ് കാഷ് എന്ന് എഴുതി. ഇവിടെ ഇത് തെറ്റാണ്. ഇത് എഴുതേണ്ടത് റെൻ്റ് അക്കൗണ്ട് അറ്റ് കാഷ് എന്നാണ്. സോമൻ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്, അതിവിടെ എടുക്കരുത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊരു തെറ്റാണ്. ഈ തെറ്റിന് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക, അല്ലേ? ആണ്, ഇത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അങ്ങനെയെങ്കിൽ ഈ തെറ്റ് ചോദിക്കാം, ദിസ് എറർ വിൽ അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കുമോ? ഈ തെറ്റ് ട്രയൽ ബാലൻസിനെ ബാധിക്കുമോ? ബാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് എറർ വിൽ അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ഇത് തെറ്റല്ലേ? അതാ നിങ്ങൾ അറിയേണ്ടത്. റെൻ്റ് അക്കൗണ്ട് അറ്റ് കാഷ് എന്ന് പറയുന്നതിന് പകരം സോമൻ അക്കൗണ്ട് അറ്റ് കാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് ഡെബിറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കില്ല. അടുത്തത്, നോട്ട് അഫക്റ്റഡ് ദ നെറ്റ് പ്രോഫിറ്റ്. ഇത് നെറ്റ് പ്രോഫിറ്റിനെ ബാധിക്കില്ല. എന്ത് പറയുന്നു നിങ്ങൾ? ബാധിക്കും. എങ്ങനെ ബാധിക്കും? റെൻ്റ് അക്കൗണ്ട് അറ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ റെൻ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് വരുമായിരുന്നു.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ആ റെൻ്റ് കൂടെ വന്നിരുന്നെങ്കിൽ ലാഭം അത്രയും കുറയുമായിരുന്നു അല്ലേ? അപ്പോൾ അത് പ്രോഫിറ്റിനെ ബാധിക്കും. അപ്പോൾ ഇത് ശരിയല്ലേ? ഇത് തെറ്റാണ്. നോട്ട് അഫക്റ്റ് ദ പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇറ്റ് വിൽ അഫക്റ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ്. അടുത്തത് അഫക്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ടിനെ ബാധിക്കും. അത് തെറ്റാണ്. സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ വരില്ല. നോട്ട് അഫക്റ്റഡ് ദ ട്രയൽ ബാലൻസ്. ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ? ശരിയാണ്. എന്തുകൊണ്ട് ഇത് ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല? എറർ പ്രിൻസിപ്പിളാണ്. എറർ പ്രിൻസിപ്പിൾ ഒരിക്കലും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കില്ല. അതൊന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ പറയേണ്ടത് റെൻ്റ് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നാണ്. പകരം നമ്മൾ സോമൻ അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെങ്കിൽ ശരി, ഒരു എൻട്രി എഴുതി തപ്പിക്കൂട്ടിയല്ലോ, ഡെബിറ്റും ക്രെഡിറ്റും വന്നു. അപ്പോൾ അത് ഒരിക്കലും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നതല്ല. നോട്ട് അഫക്റ്റഡ് ദ ട്രയൽ ബാലൻസ്, അത് ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. ഓക്കെ, ഇതാണ് ശരി. അടുത്തത് ഡാഷ് ഈസ് നോട്ട് റിക്വേർഡ് ഇൻ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിന് ഈ പറയുന്ന എന്ത് ആവശ്യമില്ല. നോട്ടിങ്, ഡിസ്കൗണ്ടിങ്, എൻഡോഴ്സ്മെൻറ്റ്, അക്സെപ്റ്റൻസ്. പ്രോമിസറി നോട്ടിന് അക്സെപ്റ്റൻസ് ആവശ്യമില്ല. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു ആരെഴുതി ആർക്ക് കൊടുക്കുന്നു? ക്രെഡിറ്ററാണോ എഴുതുന്നത്? ഡെറ്റർ. പണം കൊടുക്കാനുള്ള ഡെറ്റർ എഴുതി ക്രെഡിറ്റർക്ക് കൊടുക്കുന്നതാണ്. അത് പിന്നെ അതിനകത്ത് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന പ്രോസസ്സില്ല. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോമിസറി നോട്ടിന് ആവശ്യമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഇതാണ്. അക്സെപ്റ്റൻസ് ആവശ്യമില്ല. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ രണ്ട് തരത്തിൽ കണ്ടുപിടിക്കും. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നെറ്റ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ്: ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എങ്ങനെ വരണമെന്നാണ് പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇങ്ങനെ കാണണം: ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എന്ത് കൂട്ടി എന്ത് കുറച്ചാൽ? ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം കേട്ടോണം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് അല്ല വേണ്ട, നോൺ ഓപ്പറേറ്റിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കണം. കുറച്ചാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം എന്ത് കൂട്ടി എന്ത് കുറയ്ക്കണം? ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയ്ക്കണം. ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ബിസിനസ്സിൽ ഉണ്ടാക്കിയിരുന്ന ലാഭത്തെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. യഥാർത്ഥ ബിസിനസ് ചെയ്ത് ഉണ്ടാകുന്ന ലാഭം എത്ര? ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ വേറെ കൊടുക്കുന്ന ചിലവുകളാണ്. അതൊഴികെയുള്ള ആ ചിലവുകൾ രണ്ടും എടുക്കില്ല. ഇൻട്രസ്റ്റ് എടുക്കില്ല, ഇൻകം ടാക്സ് എടുക്കില്ല, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഓർഡിനറി ഐറ്റങ്ങളൊന്നും എടുക്കാതെയുള്ള പ്രോഫിറ്റാണ് നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്.
ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം പറ ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കണം. ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ആഡ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം തിരിച്ചു കുറയ്ക്കുക, ആ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുക. അതിന് കാരണമുണ്ട്, അത് പറയാൻ നമുക്ക് ഇപ്പോൾ പരീക്ഷ അടുത്ത ദിവസമല്ലേ, അത് പറയാൻ സമയമില്ല, നിങ്ങൾ ഇത് മാത്രം കേൾക്കുക. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഇതിലപ്പോഴും അങ്ങനെയാണെങ്കിൽ ഏതാ ശരി? ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇച്ചിരി ഉള്ളൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റ്, ഇതെന്തായാലും തെറ്റല്ലേ? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് വരണ്ട. അപ്പോൾ ഇത് നമുക്ക് പുല്ല് വെട്ടിക്കളയാം, അത് വേണ്ട. അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അത് ശരിയാനകത്തുണ്ടോ എന്ന് നോക്ക്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കണം, അത് ശരിയാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് ഇൻകം അവർ തന്നിട്ടില്ല, അതില്ലാത്തതുകൊണ്ട് വേണ്ട. എന്തായാലും അപ്പോഴും ഇത് ശരിയല്ലേ? ഓപ്പറേറ്റിംഗ് ഇൻകം ഇല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. അടുത്ത് നോക്കിക്കോളൂ, ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു സംഭവമില്ല. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ്, ഈ നെറ്റ് പ്രോഫിറ്റ് വന്നാൽ ഒരിക്കലും നിങ്ങളറിയാം നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ അതിനോടൊപ്പം എന്താ ചെയ്യേണ്ടത്? നോൺ ഓപ്പറേറ്റിംഗ്. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം, എക്സ്പെൻസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കണം. അപ്പോൾ ഇതും തെറ്റാണ്. ഈ ഓപ്പറേറ്റിംഗ് എന്ന് വന്നപ്പോഴേ നമുക്കറിയാം അത് തെറ്റാണ്. അപ്പോൾ ശരിയെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അവിടെ ഓപ്പറേറ്റിംഗ് ഇൻകം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ശരി, അടുത്ത് നോക്കി, ദാറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇഗ്നോർസ് ആൾ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ദാറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇഗ്നോർസ് ആൾ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ശരിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പണം പോയിട്ടില്ല. അത് പണമായി കൊടുത്ത ഒരു ചിലവല്ലല്ലോ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാണോ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാൻ നമ്മൾ പണമായി കൊടുത്ത ചിലവല്ല, അത് കാശായി കൊടുത്തിട്ടില്ല. പക്ഷേ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലോ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാൻ നമ്മൾ പണമായി കൊടുത്ത ചിലവാണ്, പണമായി നമ്മൾ കൊടുത്തിരിക്കുന്നു, ആ ചിലവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്ത് പേര് പറയും? യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നുമല്ല. കാഷ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമില്ല. കാഷ്, മിക്സഡ്, ക്രെഡിറ്റ്, മെർക്കൻറ്റൈൽ, ഇവിടെ ഇത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണല്ലേ. കാഷ് ബേസിസ്, മെർക്കൻറ്റൈൽ ബേസിസ്, ഹൈബ്രിഡ് ബേസിസ് എന്ന് പറഞ്ഞ 3 ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രശ്നമുള്ള ഇതാണ്, ദാറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇഗ്നോർസ് ആൾ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡ് ഒഴിവാക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ കറക്റ്റായി പറയുകയാണെങ്കിൽ ഇതിനകത്ത് അത് വരുന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഒഴിവാക്കിയാൽ അത് കാഷ് സിസ്റ്റമാണ്. കാഷ് സിസ്റ്റത്തിൽ കാഷായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. പക്ഷേ ഈ പ്രീപെയ്ഡ് എന്ന് പറയുന്ന കാഷായിട്ട് കൊടുത്തതല്ലേ. പ്രീപെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂർ കൊടുത്തതാണെങ്കിൽ പോലും നമ്മൾ കാഷായി കൊടുത്തതല്ലേടാ പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എന്ന് പറയുന്നത് കാഷായി കൊടുത്തതാണ്. അപ്പോൾ ദാറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇഗ്നോർസ് ആൾ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണ് ഇവിടെ ചോദിച്ചാൽ നമുക്കതിൽ പറയാവുന്നത് ഈ കാഷ് ബേസിസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മിക്സർ ഒന്നും പറയാൻ പറ്റില്ല. ക്രെഡിറ്റ് അങ്ങനെയൊന്നുമില്ല. മെർക്കൻറ്റൈൽ അങ്ങനെയില്ല. മെർക്കൻറ്റൈൽ എന്ന് പറയുന്നത് എല്ലാ എക്സ്പെൻസുകളെല്ലാം കൊടുത്തതും കൊടുക്കാനുള്ളതും എടുക്കണം, ഇൻകം കിട്ടിയതും കിട്ടാനുള്ളതും എല്ലാം എടുക്കണമെന്ന് പറയുന്നതാണ് മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ അക്രൂവൽ എന്ന് പറയാം. കാഷ് ബേസിസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും എടുക്കണ്ട, കാഷായി കൊടുത്തത് മാത്രം എടുത്താൽ മതി. കാഷിൻ്റെ റെസീറ്റും പേയ്മെൻറ്റും മാത്രം എഴുതുക. കാഷിൻ്റെ റെസീറ്റും പേയ്മെൻറ്റും എഴുതുന്നതാണെങ്കിൽ ഇതും കാഷായി കൊടുത്തതല്ലേ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം, അല്ലയോ? അല്ലേ?
അത് ക്യാഷ് ബേസിൽ വരും. പക്ഷേ അപ്പോൾ അത് ക്യാഷ് ബേസിലാണെങ്കിൽ അത് വരും. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും വരാത്ത അക്കൗണ്ടിങ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാഷ് ബേസിസ് അല്ല. ഈ കിടക്കുന്നതിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് ബേസിസ് അനുസരിച്ച് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരും. എന്നോടാണോ? എന്നോട് ചോദിച്ചാണോ? ഓ, അപ്പോൾ ഇതിൽ ശരി ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം ഈ രണ്ടും, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാഷ് ബേസിസ് ആണ് എന്ന് പറയാം ഏറെക്കുറെ. പക്ഷേ അത് ശരിയല്ല. കാരണം പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്യാഷ് ബേസിസ് ആണെങ്കിൽ പ്രീപെയ്ഡ് വരും, ഔട്ട്സ്റ്റാൻഡിങ് അതിനകത്ത് വരില്ല. അപ്പോൾ രണ്ടും ഒഴിവാക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ടില്ല. അതൊരു ക്വസ്റ്റിനകത്ത് ഒരു അവ്യക്തതയുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അടുത്തത്, ക്ലോസിംഗ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് ടു ക്ലോസ് ഡാഷ് അക്കൗണ്ട്. ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യാനാണ്. നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് എങ്ങോട്ട് മാറ്റും? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ നോമിനൽ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള എൻട്രിയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് എഴുതുക? ജേണൽ പ്രോപ്പറിലാണ്. ശരി, അത് പോട്ടെ, അത് ശരി തന്നെയാണ്. ക്ലോസിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ടു ക്ലോസ് ഡാഷ് അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അടുത്ത, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് സിമിലർ ടു ഡാഷ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് പോലെയുള്ളതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള അക്കൗണ്ട് അല്ലേ? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിൽ എന്ത് പോലെയുള്ള അക്കൗണ്ടാണ്? അത് കാശ് പോലെയുള്ള, അതായത് കാഷ് ബുക്ക് പോലെയുള്ള അക്കൗണ്ടാണ്. പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈ സിമിലർ ടു ഡാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഡെബിറ്റിൽ എക്സ്പെൻസുകളൊക്കെ എഴുതും, ക്രെഡിറ്റിൽ പേയ്മെൻ്റ് ഒക്കെ അല്ലെ ഇൻകം എല്ലാം എഴുതും. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസിന് നമ്മൾ പേര് മാറ്റുമെന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ പ്രോഫിറ്റ് എന്ന് പറയാതെ സർപ്ലസ് എന്ന് പറയും. ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഡിഫറൻസിന് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയത്തേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റം മാത്രമേ എടുക്കൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും റവന്യൂ ഐറ്റം മാത്രമേ എടുക്കൂ. അപ്പോൾ ആ തരത്തിലൊക്കെ നോക്കിയാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സിമിലറാണ്. അടുത്ത, പ്രൊഡക്ഷൻ ബേസ്ഡ് റോയൽറ്റി ഈസ് ജനറലി ഷോൺ. അതായത് റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. റോയൽറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം, ലെസ്സിയാണ് പാട്ടം എടുത്തയാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി ഒരു എക്സ്പെൻസാണ്. റോയൽറ്റി നമ്മൾ രണ്ട് തരത്തിലാണ് റോയൽറ്റി കണ്ടുപിടിക്കുക. റോയൽറ്റി ഒന്നുകിൽ പ്രൊഡക്ഷൻ്റെ ബേസിൽ കൊടുക്കും, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ബേസിൽ കൊടുക്കും. റോയൽറ്റി പ്രൊഡക്ഷൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്. റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റോയൽറ്റി ഓൺ ഔട്ട്പുട്ട്, അങ്ങനെ പറഞ്ഞാൽ അത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണം. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്നോ റോയൽറ്റി ഓൺ ഔട്ട്പുട്ട് എന്നോ പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ റോയൽറ്റി ഓൺ സെയിൽ എന്നോ റോയൽറ്റി ഓൺ ടേൺ ഓവർ എന്നോ പറഞ്ഞാൽ, റോയൽറ്റി ഓൺ സെയിൽ അല്ലെങ്കിൽ റോയൽറ്റി ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ റോയൽറ്റിയുടെ കൂടെ ഇതൊന്നും പറയുന്നില്ല, വെറും റോയൽറ്റി എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലോ അതിനെ നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസായി കാണണം. ഞാൻ പറഞ്ഞ പിടി കിട്ടിയ റോയൽറ്റി എന്ന് മാത്രം പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു, ഇപ്പം കാരേജ് ഇൻവേർഡും ഔട്ട്വേർഡും ഇല്ലേ? കാരേജ് എന്ന് മാത്രം പറഞ്ഞാലോ? കാരേജ് അത് തന്നെയാണ് ഇവിടെ. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവേർഡ് എന്നോ കാരേജ് ഇൻ എന്നോ കാരേജ് ഓൺ പർച്ചേസ് എന്നോ പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഔട്ട്വേർഡ്
കാരേജ് ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒന്നും പറഞ്ഞിട്ടില്ല, കാരേജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും ഡയറക്റ്റ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ഈ റോയൽറ്റി ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോയൽറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആകണമെങ്കിൽ എന്ത് വേണം? വെറും റോയൽറ്റി എന്ന് മാത്രം പറയുക, അല്ലെങ്കിൽ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്നോ റോയൽറ്റി ഓൺ ഔട്ട്പുട്ട് എന്നോ പറഞ്ഞാൽ, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും റോയൽറ്റി ഓൺ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും റോയൽറ്റി എന്ന് മാത്രം പറയുകയാണെങ്കിലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദാറ്റ് ഐറ്റം ഷുഡ് ബി ഡെബിറ്റഡ് ടു ദി ട്രേഡിംഗ് അക്കൗണ്ട്. എന്നാൽ റോയൽറ്റിയോടൊപ്പം എന്ത് പറഞ്ഞാൽ റോയൽറ്റി ഓൺ സെയിൽ അല്ലെങ്കിൽ റോയൽറ്റി ഓൺ ടേൺ ഓവർ, റോയൽറ്റി ഓൺ സെയിൽ എന്നോ റോയൽറ്റി ഓൺ ടേൺ ഓവർ എന്നോ പറഞ്ഞാൽ അത് ഒരു സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. അതിനെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയി കാണണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാറ്റ് റോയൽറ്റി ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ശരിയേതാ? ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. ദ പ്രൊഡക്ഷൻ ബേസ്ഡ് റോയൽറ്റി, അതാണ് റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഈസ് ജനറലി ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ വേണം? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ്. റോയൽറ്റി ഈസ് ആൻ ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. അടുത്തത് അങ്ങനെ കുറേയധികം ഐറ്റങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അത് ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ തന്നെ ഇൻവേർഡ് എന്നോ ഔട്ട്വേർഡ് എന്നൊക്കെ പറയും. അത് ഔട്ട്വേർഡ് എന്നോ ഔട്ടെന്നോ ഓൺ സെയിൽ എന്നോ പറഞ്ഞാൽ അതെന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് റോയൽറ്റിയായി, ട്രാൻസ്പോർട്ടേഷനായി, ദെൻ പാക്കിംഗ് ചാർജസ് ഉണ്ട്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രൈമറി പാക്കിംഗ് ഉണ്ട്, മറ്റൊന്ന് ഫാൻസി പാക്കിംഗ് ഉണ്ട്. പ്രൈമറി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് പ്രൈമറി പാക്കിംഗ് എന്ന് പറയുമ്പോൾ പ്രാഥമികമായി അതൊരു കവറൊക്കെ ഇട്ട് മാറ്റി വെച്ചു. അതാണ് പ്രൈമറി പാക്കിംഗ്. നമ്മൾ തന്നെ കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടും. അതേ ബിസ്ക്കറ്റ് കുറച്ച് അടിപൊളിയായിട്ടുള്ള കവറിലാണെങ്കിൽ വില 25-30 ആവില്ലേ? ആവും. അത് ഫാൻസി പാക്കിംഗ് എന്ന് പറയും. പ്രൈമറി പാക്കിംഗ് എന്ന് പറയുന്നത് എറുമ്പും പിന്നെ മറ്റ് പക്കിയൊന്നും കയറാതെ ഒരു കവറിട്ട് പൊതിയുന്നു. അതാണ് പ്രൈമറി പാക്കിംഗ്. ഈ പ്രൈമറി പാക്കിംഗ് എപ്പോഴും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത് കേട്ട് വെച്ചേക്കണം നിങ്ങൾ. പ്രൈമറി പാക്കിംഗ് എന്നോ വെറും പാക്കിംഗ് എന്നോ മാത്രം പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മറിച്ച് ഫാൻസി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതിൽ നിന്ന് അടുത്തേക്ക് പോകാം. നോക്കിയേ, wages paid on the basis of output is called a DAT system. Wages paid on the basis of output. അനം പറയുന്നത് ടൈം വേജ്, അഡീഷണൽ റേറ്റ്, ഓവർ ടൈം, പീസ് റേറ്റ്. പീസ് റേറ്റ് എന്നല്ലേ പറയാം. പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ വേജസ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൻ്റെ ബേസിലുള്ള വേജസിനെയാണ് പീസ് വേജ് എന്ന് പറയുന്നത്. ടൈമിൻ്റെ ബേസിലാണ് വേജ് കാണുന്നതെങ്കിൽ അതിനെ ടൈം വേജ് എന്ന് പറയും, അല്ലെങ്കിൽ ടൈം റേറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തത് നോക്കാം. ലിക്വിഡ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ്. ലിക്വിഡ് റേഷ്യോക്ക് വേറെ എന്താ പേര് പറയുന്നത്? ലിക്വിഡ് റേഷ്യോ നമ്മൾ ക്വിക്ക് റേഷ്യോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. രണ്ട് പേരുണ്ട്. ലിക്വിഡ് റേഷ്യോയെ ക്വിക്ക് റേഷ്യോ എന്ന് പറയാം, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയാം. ചിലരതിനെ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്ന. അപ്പോൾ ലിക്വിഡ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന റേഷ്യോ ആണ്? അതായത് ലിക്വിഡിറ്റി ആണോ, സോൾവൻസി ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ? ലിക്വിഡിറ്റി റേഷ്യോകൾ എന്ന് പറയുന്നതിൽ വരുന്നതാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വിൽപ്പനയ്ക്കുള്ള ചെലവാണ്. ദാറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഇറ്റ് വിൽ ബി ഡെബിറ്റഡ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അതെന്താ ചെയ്യും? ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്, എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. എല്ലാ ഡ്യൂട്ടിയും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം, എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴികെ. എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കയറ്റുമതിക്കുള്ളതാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സെയിലുമായി ബന്ധപ്പെട്ടതല്ലേ? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും.
എക്സ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയി കാണരുത്. ട്രേഡ് എക്സ്പെൻസ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ നമ്മൾ സാലറിയും വേജും പറയുന്നു. അതിൽ സാലറീസ് ആൻഡ് വേജസ് എന്നും വേജസ് ആൻഡ് സാലറി എന്നും പറയുമ്പോഴും അർത്ഥമുണ്ട്. അതിവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വേജസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണം, സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ഉറപ്പാണ്. വേജസ് ആൻഡ് സാലറി എന്നോ സാലറി ആൻഡ് വേജസ് എന്നോ പറഞ്ഞാൽ ഇത് ആദ്യം പറയുന്ന ഐറ്റം ഏതാണെന്ന് നോക്കുക, അതനുസരിച്ച് അങ്ങ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വേജസ് ആൻഡ് സാലറി ആണെങ്കിൽ ആദ്യം പറഞ്ഞത് വേജസ് അല്ലേ, അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് ആൻഡ് വേജസ് എന്നാണ് പറയുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അത്രയുള്ളൂ, അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. അപ്പോൾ വേജസ് പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഔട്ട്പുട്ട് അത് നമ്മൾ പറഞ്ഞു. ലിക്വിഡ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോയുടെ വേറെ പേരാണ് ഈ ROI. ഇത് ROI എന്നാണ് കേട്ടോ, ROI എന്നാണ് പറയുന്നത്. ROI ഇതല്ല, ഇത് തെറ്റിപ്പോയതാ. ROI എന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ആസെറ്റ് ടെസ്റ്റ്, പിന്നെ ഡെറ്റ് ഈക്വിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഇതിൽ ശരിയെന്ന് പറയുന്നത് ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ അതിന് ക്വിക്ക് റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. വേജസ് പെയ്ഡ് അത് നമ്മൾ പറഞ്ഞു. അടുത്ത് അക്കൗണ്ടിങ് ഇൻ ഹിസ്റ്റോറിക്കൽ നേച്ചർ ഈസ് കാൾഡ് ഡാഷ് അക്കൗണ്ടിങ്. ഹിസ്റ്റോറിക്കൽ നേച്ചറുള്ള അക്കൗണ്ടിങ്ങിന് എന്താ പറയും? കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മിക്സഡ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താ പറയുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നേച്ചറുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ പറയുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്നാണ്. അതായത് ഒരു ഇടപാട് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എഴുതുന്നു. വരാൻ പോകുന്നതൊന്നും, ഇന്ന് നമ്മൾ 100 രൂപയുടെ സാധനം വാങ്ങി, അതിന് ജേണൽ എൻട്രി ഉണ്ട്. നാളെ 100 കോടി രൂപയുടെ സാധനം വാങ്ങും, ഒന്നുമില്ല, അത് വാങ്ങിയിട്ട് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഈവൻസ് ആണല്ലോ. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതിനെ മാത്രം എഴുതുന്നതാണ് ഏത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അവിടെ എസ്റ്റിമേഷനും ഒക്കെ വരും. അപ്പോൾ ഫിനാൻഷ്യൽ അല്ലേ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എസ്റ്റിമേഷൻ ഉണ്ട്, കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. പോട്ടെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് പാസ്റ്റ് ഡേറ്റ ഓർ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അടുത്തത് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട് വെൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ ഫ്ലോ നടക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ബിസിനസ്സിൽ കറണ്ട് ഐറ്റംസ് ഉണ്ട്, നോൺ കറണ്ട് ഐറ്റംസ് ഉണ്ട്. നോൺ കറണ്ട് ഐറ്റംസിനെയാണ് നമ്മൾ ഫിക്സഡ് ഐറ്റംസ് എന്ന് പറയാം. കറണ്ട്, ഫിക്സഡ്. ഇതിൽ ഈ കറണ്ടും നോൺ കറണ്ടും കൂടെ ചേരുന്നതിന് അടുത്താണ് ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. കറണ്ടും നോൺ കറണ്ടും കൂടെ ചേരുമ്പോഴാണ് ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. വൈദ്യുതിയുടെ കാര്യം പോലെ നമ്മൾ ന്യൂട്രലും ഫേസും കൂടെ വരണം, അല്ലാതെ ഒരെണ്ണം മാത്രമായാൽ ബൾബ് ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് കറണ്ടും നോൺ കറണ്ടും കൂടെ ചേരുമ്പോഴേ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഇവിടെ നോക്കി എന്താ ചോദിച്ചിരിക്കുന്നത്? ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട് വെൻ. ഈ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാതെ വരും. എങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാത്തത്? കറണ്ടും ഫിക്സഡും കൂടെ ചേർന്നാൽ എന്തില്ല? ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകണമെങ്കിൽ ഒന്ന് കറണ്ട് ആയിരിക്കണം, മറ്റൊന്ന് നോൺ കറണ്ട് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കി പറയാൻ പറ്റും. കറണ്ട് ലയബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സഡ് ലയബിലിറ്റി. അവിടെ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടോ? ഒരു ശങ്കയുണ്ട്. ഉണ്ട്. കാരണം കറണ്ട് ലയബിലിറ്റി ഇത് കറണ്ടാണ്, ഇവിടെ ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് ആണ്. അവിടെ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ട്. അടുത്ത് നോക്കി, ഇവിടെ പറയുന്നത് കറണ്ട് ലയബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സഡ് അസറ്റ്. എന്താ പറയുന്നു? ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടോ? ഉണ്ട്. ഫണ്ടിൻ്റെ ഫ്ലോ ഇല്ലാത്തതാ പറയണ്ടത്. നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്നാ പറഞ്ഞത്. അടുത്തത് കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറണ്ട് ലയബിലിറ്റി. ഇവിടെ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടോ?
ഇല്ല. അപ്പം ഇതല്ലേ ഉത്തരം? എടാ ഫ്ലോ ഇല്ലാത്തതല്ലേടാ ചോദിച്ചത്. അപ്പം ഇതല്ലേ ഉത്തരം? അത് പോയി. അടുത്തത്, കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സഡ് അസറ്റ്. ഇവിടെ ഫണ്ടിന്റെ ഫ്ലോ ഉണ്ടോ? ഉണ്ട്. അപ്പം ശരി ഉത്തരം ഇതാണ്. കറണ്ട് ആണോ നോൺ കറണ്ട് എന്ന് പറഞ്ഞ ഫിക്സഡ്, കറണ്ട് ആണോ ഫിക്സഡ് ആണോ നോക്കിയാൽ മതി. അത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്ന് നോക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കറണ്ടും നോൺ കറണ്ടും കൂടെ ചേർന്നാലേ എന്തുണ്ടാവുള്ളൂ? ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്ത് ഫണ്ടിന് ഫ്ലോ ഇല്ല. അപ്പോൾ അത്ര മാത്രം അറിഞ്ഞാൽ മതി. അത് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും അങ്ങനെയൊന്നും പ്രശ്നമില്ല. അസറ്റോ ലയബിലിറ്റിയോ ഒന്നുമില്ല. കറണ്ടും ഫിക്സഡും തമ്മിൽ ചേരുമ്പോഴാണ് ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഫണ്ടിന് ഫ്ലോ ഉണ്ട്, ഇവിടെ ഫണ്ടിന് ഫ്ലോ ഉണ്ട്, ഇവിടെ ഫണ്ടിന് ഫ്ലോ ഉണ്ട്, ഇവിടെ മാത്രം ഫണ്ടിന് ഫ്ലോ ഇല്ല. ഇവിടെ രണ്ടും കറണ്ടാണ്. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഫണ്ടിന് ഫ്ലോ ഇല്ല. അടുത്ത, the weekly or monthly total of purchase book is transferred to പർച്ചേസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ബുക്കിൻ്റെ പീരിയോഡിക് ടോട്ടൽ എന്ന് പറയുന്നത് അത് വീക്കിലി ആവാം അല്ലെങ്കിൽ മന്ത്ലി ആവാം. പർച്ചേസ് ബുക്കിൻ്റെയും സെയിൽസ് ബുക്കിൻ്റെയും ഒക്കെ പീരിയോഡിക് ടോട്ടൽ പർച്ചേസ് അക്കൗണ്ടിലേക്കും സെയിൽസ് അക്കൗണ്ടിലേക്കും ഒക്കെ യഥാക്രമം മാറ്റണം അല്ലേ? അപ്പോൾ പർച്ചേസ് വീക്കിലി ഓർ മന്ത്ലി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടോട്ടൽ ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഏത് അക്കൗണ്ട്? പർച്ചേസ് അക്കൗണ്ട്. അത് പർച്ചേസസ് അക്കൗണ്ടിലേക്ക് മാറ്റും. പർച്ചേസസ് അക്കൗണ്ടിൻ്റെ എവിടെ മാറ്റും? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? ഡെബിറ്റിൽ. പർച്ചേസ് സ്പീഡിലുള്ള ഐറ്റമാണ്, അപ്പോൾ ഡെബിറ്റിൽ വരണം. അപ്പോൾ ഈ പർച്ചേസ് ബുക്ക് എന്താണ് വെളിപ്പെടുത്തുന്നത്? പർച്ചേസ് ബുക്കിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. പർച്ചേസ് അക്കൗണ്ടിലൂടെയും ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ദ മന്ത്ലി ഓർ വീക്ക്ലി ടോട്ടൽ പർച്ചേസസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടോട്ടൽ ഓഫ് പർച്ചേസസ് ബുക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് ഓഫ് പർച്ചേസസ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം പറയാവുന്നത് പർച്ചേസസ് അക്കൗണ്ട്. അടുത്ത് നോക്കിക്കോളൂ. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദി കൺസൈനി ടു ദ കൺസൈനർ. കൺസൈനർക്ക് ഇതേപോലെ ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെൻ്റ് അയക്കും. ഏതാണ്? അക്കൗണ്ട് സെയിൽ. അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് കൺസൈനി തയ്യാറാക്കി കൺസൈനർക്ക് അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ദിവസേന അയക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല. പീരിയോഡിക്കൽ കാലാകാലങ്ങളിൽ, അതായത് 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ മാസത്തിലോ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ അയക്കുക. ഈ ഓരോ മാസത്തിലും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ it is a periodical statement prepared and sent by the consignee to the consignor after effecting sales. സെയിൽ നടന്നതിന് ശേഷം ഇത് അയച്ചാൽ മതി. അപ്പോൾ മാസം തോറുമാണ് ഇത് അയക്കേണ്ടത്. കഴിഞ്ഞ മാസം സെയിൽ നടന്നു, കഴിഞ്ഞ മാസം അയച്ചു. ഈ മാസം ഇപ്പോൾ 28 വരെ അല്ലെങ്കിൽ 29 വരെ സെയിൽ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഇത് വെറുതെ അയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പീരിയോഡിക്കലായിട്ടാണ് ഇത് അയക്കുന്നത്. അത് സെയിൽ നടന്നതിന് ശേഷം കൺസൈനർക്ക് അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോഴാണ് കൺസൈനർ അയച്ചു കൊടുത്ത ഗുഡ്സിന് എന്ത് സംഭവിച്ചെന്നത് പോലും അയാൾ അറിയുന്നതല്ലേ. അയാൾ കൊടുത്തു വിട്ട ഗുഡ്സ് മറ്റോ വിറ്റോ അതോ എല്ലാം നശിച്ചു പോയോ, വിറ്റ് പൈസ കിട്ടിയോ, ഇതെല്ലാം അയാൾ അറിയുന്നത് എന്തിലൂടെയാണ്? ഈ അക്കൗണ്ട് സെയിലിലൂടെയാണ്. അടുത്ത, ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡയറി ഇൻഡസ്ട്രി. ഡയറി ഇൻഡസ്ട്രിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് കോൺട്രാക്റ്റ്, ബാച്ച്, ഔട്ട്പുട്ട്, ജോബ്. ഇതിൽ ഏതാ? അതിൽ ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ഒന്നും ഈ ഡയറി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതല്ല. ഏറെക്കുറെ നമുക്ക് പറയാവുന്നത് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മാത്രമാണ്. അതായത് ദ കോസ്റ്റിംഗ് മെത്തേഡ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡയറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏത് കോസ്റ്റിംഗ്? ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. അടുത്തത്, ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അറ്റ്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ഷോൺ ഓൺ ഉണ്ട് ഇവിടെ കേട്ടോ. എന്താ പറഞ്ഞ്? ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അറ്റ് ഏത് വില? റീസെയിൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ഒറിജിനൽ കോസ്റ്റ്, കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ.
ഒരു സാധാരണ ബിസിനസ്സിൽ സാധാരണ ബിസിനസ്സിലാണെങ്കിൽ ഇതാണ് ശരിയല്ലേ, കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. പക്ഷേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾ ദി ഫിക്സഡ് അസറ്റ് ആർ ടു ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. അതെന്നും അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കാണിക്കും, ഡിപ്രിസിയേഷൻ മറുവശത്ത് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ ശരി ഉത്തരം ഒറിജിനൽ കോസ്റ്റ്. അത് ഫർണിച്ചറാണെന്നല്ല, ഏത് ഫിക്സഡ് അസറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അടുത്തത് ഡിപ്രിസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റേഷൻ. പ്ലാന്റേഷന് സ്യൂട്ടബിൾ ആയിട്ട് ഡിപ്രിസിയേഷൻ മെത്തേഡ്. ലൂസ് ടൂൾസ്, ലൈഫ് സ്റ്റോക്ക്, പ്ലാന്റേഷൻ, ഇവകൾക്കൊക്കെ ഏത് മെത്തേഡാണ് നല്ലത്? റീവാലുവേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്, റീവാലുവേഷൻ മെത്തേഡ്, അപ്രൈസൽ മെത്തേഡ് എന്ന് പറയും. അപ്രൈസൽ. അപ്പോൾ റീവാലുവേഷൻ മെത്തേഡ് ഓർ അപ്രൈസൽ മെത്തേഡ് ഈസ് എ ഡിപ്രിസിയേഷൻ മെത്തേഡ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റേഷൻ, ലൈഫ് സ്റ്റോക്ക്, ലൂസ് ടൂൾസ് എറ്റ്സെട്ര. ഇത് നിരന്തരം അങ്ങ് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഈ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉത്തരം റീവാലുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയാം. അടുത്തത് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഷോ. ട്രയൽ ബാലൻസിനകത്ത് സസ്പെൻസ് അക്കൗണ്ട് വന്നാൽ അത് ബാലൻസ് ഷീറ്റിൽ എടുക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. സസ്പെൻസ് അക്കൗണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിലാണ് വരുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റിൽ കാണിക്കണം. ക്രെഡിറ്റിലാണ് വരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റിയിൽ കാണിക്കണം. ഇവിടെ പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് കാണിക്കാവുന്നത് അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ. അടുത്തത് എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി ഈസ് കാൾഡ്. എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി ഈസ് കാൾഡ് എന്താ പറയും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, നെറ്റ് ക്യാപിറ്റലുണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലുണ്ട്. അപ്പോൾ രണ്ട് തരം വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എല്ലാം കൂടെ കൂട്ടുന്നതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? ആണ്. ഈ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനെ നമ്മൾ വിളിക്കുന്ന വേറെ റോമന് പേരാണ് ഫണ്ട്. കേട്ടുവോ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു സാധാരണഗതി പ്രാക്ടിക്കലായി നമ്മൾ പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നവരുണ്ട്. ഇങ്ങനെയും വർക്കിംഗ് ക്യാപിറ്റൽ കാണാമെന്നറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല, അടുത്തത് ദ ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ്. ഒരു കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഒരു മാതൃകാപരമായ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 2:1 ആണ്. അതായത് 2:1 എന്ന് പറഞ്ഞാൽ 2/1. 2/1 എന്ന് പറഞ്ഞാൽ ഇത് കറണ്ട് അസറ്റ്, ഇത് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടി ഉണ്ടായിരിക്കണം ഏത്? കറണ്ട് അസറ്റ്. ഇത് 2:1 എന്ന് പറഞ്ഞ് ഇവിടെ 2 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ 2/1 എന്ന് പറയുമോ? ഇല്ല. ഇത് 1 ആണ്. ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ അത് പറയാറേ ഇല്ല. അപ്പോൾ ഇവിടെ 2:1 എന്ന് പറയുന്നതാണ് 2 എന്ന് പറയാം. അതായത് ഒരു ബിസിനസ്സിലെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടി ഉണ്ടായിരിക്കണം എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർന്നാലും ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഷ്യോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 2:1 ആണ് ഒരു ഐഡിയൽ കറണ്ട് റേഷ്യോ. ഒരു ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഐഡിയൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ നമ്മൾ പറഞ്ഞില്ലേ, അത് 1:1 ആണ്. കേട്ടോ? ക്വിക്ക് അസറ്റ് എൻ്റെ ഫോർമുല എന്താ? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ്. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1:1, 1/1. എത്ര ക്വിക്ക് അസറ്റ് ഉണ്ടോ അത്രയും തന്നെ കറണ്ട് ലയബിലിറ്റി ഉണ്ടായിരിക്കണമെന്ന്. ശരി, അടുത്ത നോക്കിക്കോളൂ. ഡാഷ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. ഇതിലേതാണ് ഔട്ട്പുട്ടുമായി അടുത്ത ബന്ധമുള്ളത്? സങ്ക് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്. ഏതാണ്? ഡാഷ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. ഔട്ട്പുട്ടുമായി അടുത്ത ബന്ധമുള്ള കോസ്റ്റ് ടോട്ടൽ സെയിൽസ് ആണ്. കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. ഔട്ട്പുട്ടുമായി അടുത്ത ബന്ധമുള്ളത് ടോട്ടൽ സെയിൽസ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, സങ്ക് കോസ്റ്റ്. ഏതാണ്? മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ?
ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് അത് കൂടുകയും കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടുമായി അടുത്ത ബന്ധമുള്ളത് മാർജിനൽ കോസ്റ്റ് അല്ലേ? ഓക്കെ, അടുത്തത് ദ ടേം ഡ്യൂ ബൈ ഇൻ ആൻ ആഡിറ്റ് ഡിനോട്ട്സ്. അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞ് കുഴഞ്ഞത്. ഡ്യൂ ബൈ ആണെങ്കിൽ അത് ലയബിലിറ്റി ആയിരിക്കും, ഡി ടു ആണെങ്കിൽ അസറ്റ് ആയിരിക്കും. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് മുൻപ് കുറേ നാളുകൾക്ക് മുമ്പ് ചിലവായൊരു കോസ്റ്റാണ്. പക്ഷേ നമുക്കിപ്പോൾ ആ കോസ്റ്റ് കൊണ്ട് ഒരു ഫലവുമില്ല. നമുക്ക് പുതിയ ഒരു അസറ്റ് ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ ഒരു അസറ്റ് ഉണ്ടാക്കി, ഇപ്പോൾ ഒരു പുതിയ അസറ്റ് ഉണ്ടാക്കണം. അത് കൊള്ളാതെ വന്നു, ഒരു പുതിയ അസറ്റ് ഉണ്ടാക്കണം. പുതിയ അസറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പഴയത് വലിച്ചു പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നത്. കേട്ടുവോ? അപ്പോൾ പഴയതിന് നമ്മളൊരു വീട് വെക്കുന്ന കൂട്ടിക്കൊള്ളൂ. പഴയ വീടിന് 10 ലക്ഷം രൂപ ചിലവായി. കുറേ കാലം കൊണ്ട് നമ്മൾ അപ്പനപ്പന്മാരുടെ കാലം മുതലേ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തോന്നി നാട്ടിലെല്ലാവരും നല്ലൊരു വീട് വെക്കുന്നു, അപ്പോൾ നമുക്ക് ഇത് പൊളിച്ചിട്ട് നല്ലൊരു വീട് വെക്കണമെന്ന് തോന്നി. ഇതിനകത്തു നിന്നാണെങ്കിൽ ഇത്തിരി അതും ഇതുമൊക്കെ ഇച്ചിരി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റുന്നതുമല്ല. മനസ്സിലായല്ലേ? പഴയ വീടിൻ്റെ കട്ടളയും ജനലൊക്കെ ഉണ്ട്, അതൊക്കെ ഇച്ചിരിച്ച ഉള്ളതാണ്, കിളിക്കൂട് പോലുള്ള സാധനങ്ങളാണ്. ഇപ്പോഴത്തെ വീടിന് അതല്ല വെക്കേണ്ടത്. അപ്പോൾ അതിനൊന്നുമില്ല, ഇതിൽ നിന്നൊന്നും പറക്കിയെടുക്കാനില്ല. എങ്കിലും ഈ പഴയ വീട് 10 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയ വീട് ഇപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ എല്ലാം കഴിഞ്ഞാൽ ഒരു 50,000 രൂപ അതിന് വിലയുണ്ട് ബുക്കിൽ. നമ്മളൊരു അസറ്റിന് ഡിപ്രിസിയേഷൻ ഇല്ലേടാ. ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ആ പഴയ വീടിന് ഇപ്പോൾ എന്താ വാല്യൂ ഉണ്ട്? അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 50,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ബുക്കിലുള്ള വില 50,000 രൂപ അല്ല. 50,000 രൂപ അത് എടുത്തുകൊണ്ട് ആരും തരുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് പണ്ടെങ്ങോ ഉണ്ടാക്കിയ ആ വീട് അന്ന് തൊട്ട് ഇന്ന് വരെ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം അത് നമ്മുടെ ബുക്കിൽ എന്ത് വിലയ്ക്കുണ്ട്? 50,000 രൂപയ്ക്കുണ്ട്. ആർക്കും കൊടുത്ത 5 പൈസയും കിട്ടത്തില്ല. അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 50,000 ആണ്. ഈ പുല്ല് വലിച്ചു നോക്കണം. 50,000 രൂപ റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള, ബുക്ക് വാല്യൂ ഉള്ള ഈ സാധനം വലിച്ചു പൊളിച്ച് കളഞ്ഞിട്ടാണ് അവിടെ നമ്മൾ 10-60 ലക്ഷം രൂപയ്ക്ക് വലിയൊരു വീട് വെക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പൊളിച്ച് കളഞ്ഞ പഴയ വീടിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 50,000 രൂപയില്ലേ? അത് പണ്ടെങ്ങോ നമ്മളെ നിന്ന് ചിലവായതല്ലേ? പുതിയൊരു വീട്, എങ്ങനെയുള്ള വീട് വെക്കണമെന്നുള്ളതിന് ഇതിൻ്റെ ഈ സംഭവത്തിന് വല്ല എഫക്റ്റും ഉണ്ടോ അതിനകത്ത്? ഒന്നുമില്ല. ഈ കോസ്റ്റിനെയാണ് ഈ പൊളിഞ്ഞു പോയ അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞ ഈ പഴയ വീടിൻ്റെ അല്ലെങ്കിൽ പഴയ പ്ലാന്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയുണ്ടോ അതിനെ സങ്ക് കോസ്റ്റ് എന്ന് പറയും. കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. പണ്ടെങ്ങോ ചിലവായി പോയ കോസ്റ്റാണ്. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് അതിനകത്ത് ഈ സംഭവത്തിന് യാതൊരു എഫക്റ്റും ഇല്ല. നമ്മൾ പുതിയൊരു വീട് വെക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഈ പഴയ വീടിനകത്ത് നിന്നൊന്നും ഉരിയെടുക്കാനില്ല. ഈ പഴയ വീടിൻ്റെ ചിലവ് അതിനകത്ത് ഇനി അത് ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരു 50,000 രൂപ കൂടിയുണ്ട്. ആ 50,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ പുതിയ വീടിൻ്റെ വെക്കാനുള്ള തീരുമാനത്തെ സ്വാധീനിക്കുന്ന കോസ്റ്റ് അല്ല. ആണോ? അല്ല. ഇതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. പണ്ടെങ്ങോ ചിലവായി പോയ കോസ്റ്റാണ്. അത് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിൽ അതിന് യാതൊരു പങ്കുമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ്: റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അബാൻഡൻഡ് പ്ലാന്റ്. അതായത് നശിച്ചു പോയ അബാൻഡൻഡ് അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് പ്ലാന്റ് അല്ലെങ്കിൽ ഡിമോളിഷ്ഡ് പ്ലാന്റ്. നമ്മൾ ഡിമോളിഷ് ചെയ്ത പ്ലാന്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഒരു ചെറിയ വിലയുണ്ട്. ആ വില കിട്ടില്ല, അത് കുഴിച്ചിട്ടത് തന്നെ, അത് പോയി. ആ കോസ്റ്റിന് പറയുന്ന പേരാണ് സങ്ക് കോസ്റ്റ്. കോസ്റ്റിംഗ് അത് എക്സാമ്പിൾ പറഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ഡിമോളിഷ്ഡ് പ്ലാന്റ്, അതാണ് സങ്ക് കോസ്റ്റ്. അല്ലെങ്കിൽ ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി പാസ്റ്റ്
ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. അത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേറെ പറയുകയാണെങ്കിൽ, നമുക്കൊരു പഴയ വീടുണ്ടായിരുന്നു, ഒരുമാതിരി ഇടിഞ്ഞ് പൊളിഞ്ഞ് പിരിയിരുന്നതാണ്, അതിനകത്ത് 2-3 കട്ടളയും ജനലും ഒക്കെ ഉണ്ട്, ഇളക്കിയെടുക്കാൻ വലുതായിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനും കൂടെ 1,500 രൂപ കിട്ടും. പുതിയൊരു വീട്, ഗംഭീരമായൊരു വീട് വെക്കാൻ പോവുകയാണ്. പുല്ലെല്ലാം കൂടെ തട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പുതിയ വീട് വെക്കുക. തട്ടിക്കളഞ്ഞതിനകത്ത് കുറച്ച് വിലയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, 5 രൂപയെങ്കിലും വിലയുള്ള സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ലേ? ആ കോസ്റ്റിനെ, അതിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി ഡിമോളിഷ്ഡ് പ്ലാന്റ്. ശരി, അടുത്ത ദ ടേം ഡ്യൂ ബൈ, അതിന് എന്താ പറയും? എന്താ മക്കളെ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ക്യാഷായി കൊടുത്ത കോസ്റ്റാണ്. സാലറി, വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ എറ്റ്സെട്ര, ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയായി കൊടുത്ത കോസ്റ്റ് അല്ലേ? ദ കോസ്റ്റ് ഓർ ദ എക്സ്പെൻസസ് വിച്ച് ആർ പെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ് ഓർ പെയ്ഡ് ടു അതേഴ്സ് ഇൻ ക്യാഷ്. മറ്റുള്ളവർക്ക് ക്യാഷായി കൊടുത്ത ചിലവുകളാണ്. അത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. സാലറി കൊടുത്തിട്ട് റെൻറ്റ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇങ്ങനെയുള്ള കോസ്റ്റിനാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അത് സാലറി ആവാം, റെൻ്റ് ആവാം, കമ്മീഷൻ ആവാം, അതൊക്കെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അതിന് മറുവശത്ത് ഒരെണ്ണം വരുന്നുണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയും. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് വിച്ച് നീഡ് നോട്ട് ബി പെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ് ഓർ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് പണമായി കൊടുക്കേണ്ടുന്ന കോസ്റ്റ് അല്ല. അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ട്, പക്ഷേ ആ കോസ്റ്റ് എന്ത് ചെയ്യണ്ട? ഇംപ്ലിസിറ്റ് കോസ്റ്റ്സ് ആർ ദ കോസ്റ്റ് വിച്ച് നീഡ് നോട്ട് ബി പെയ്ഡ് ടു അതേഴ്സ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതല്ല. പിന്നെയോ അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ട് എന്നാണ് പറയാം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പറയുന്നത്, ഒരു ബിസിനസ്സിൽ നമ്മളൊരു ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സുകാരൻ്റെ ഓണറുടെ തന്നെ കടയാണ്. അപ്പോൾ അതിന് വാടക യഥാർത്ഥത്തിൽ അയാൾ കൊടുക്കുന്നില്ല. അയാൾ തന്നെ ബിസിനസ് ചെയ്യുന്ന, വാടക കൊടുക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടാവേണ്ടതല്ലേ? ഇത് എക്സ്പ്ലിസിറ്റ്, ഇത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. പണമായിട്ട് ആർക്കും കൊടുക്കുന്നില്ല. ഡിപ്രിസിയേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്. ഡിപ്രിസിയേഷൻ എടുത്തേ. ഡിപ്രിസിയേഷൻ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ബിസിനസ്സിൽ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. ദറ്റ് ഈസ് എൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതും ഒരു ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയേണ്ടത് ഇതാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ കുറച്ച് ജോലിയൊക്കെ ഓണർ തന്നെ ചെയ്യുന്നുണ്ട്, അതിനയാൾ ശമ്പളം എടുക്കാറില്ല. യഥാർത്ഥത്തിൽ വേറൊരാളെ കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ അത്രയും ശമ്പളം കൊടുക്കണമായിരുന്നില്ലേ? ഇവിടെ ഈ ശമ്പളം കൊടുക്കുന്നില്ല. അത് ഒരു യഥാർത്ഥത്തിൽ അതൊരു കോസ്റ്റ് തന്നെയാണ്. അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് എൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആവാം, ഡിപ്രിസിയേഷൻ ആവാം, അല്ലെങ്കിൽ ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഓൺഡ് ബൈ ദി ഓണർ ഓർ പ്രൊപ്പറേറ്റർ. പ്രൊപ്പറേറ്ററുടെ ഉടമസ്ഥതയിൽ ഉള്ള അസറ്റുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ആ അസറ്റ് നമ്മൾ പണം ചിലവാക്കുന്നില്ലല്ലോ. ചിലവാക്കുന്നുണ്ടോ? നമ്മൾ കട വാടകയ്ക്ക് എടുത്താൽ വാടക കൊടുക്കണം. പ്രൊപ്പറേറ്ററുടെ കട തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാടക കൊടുക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ചിലവെന്നുള്ള പറയുന്ന ഒരു എലമെൻ്റ് അവിടെയുണ്ട്. ദറ്റ് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. വ്യത്യാസം നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണമായി കൊടുക്കുന്ന ചിലവും, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണമായി കൊടുക്കാത്ത ചിലവും, അല്ലേ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ പറയുന്ന വേറൊരു പേര് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയും. എന്നാ പറയും? ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നാണ് പറയും. അതെന്ന് പറഞ്ഞാൽ പണമായി നമ്മൾ കൊടുക്കുന്നതാണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് പണമായി ചിലവാകാത്ത കോസ്റ്റ്. അങ്ങനെ കോസ്റ്റ് ഉണ്ട്, പക്ഷെ അത് പണമായി ചിലവാകാത്ത കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. പിടികിട്ടിയ ചോദിച്ച ആളിന് മിണ്ടില്ല. അതാണ് കുഴപ്പം. ഈ ചോദിച്ച ആളിന് മനസ്സിലായ അത് ഇൻകം ടാക്സ് ഒരു എക്സ്പെൻസേ അല്ല.
ഇൻകം ടാക്സ് സാധാരണഗതിയിൽ ഡ്രോയിങ്സ് ആയിട്ടാണ് കാണുക, അത് എക്സ്പെൻസ് അല്ല. ഇൻകം ടാക്സ് ഡ്രോയിങ്സ് ആണ്. ജി എസ് ടി കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെയാണ്. ജി എസ് ടി ഒരു എക്സ്പെൻസ് അല്ല, ജി എസ് ടി ഒരു ലയബിലിറ്റിയാണ്. നിങ്ങളൊരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ജി എസ് ടി വാങ്ങില്ലേ? വാങ്ങും. ആ ജി എസ് ടി അവർക്ക് തിന്നാനുള്ളതാണ്, അവർ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ കളക്ട് ചെയ്യുന്ന ജി എസ് ടി ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡ്രോയിങ്സാണ്. ശരി, അപ്പോൾ കേട്ടെ. അപ്പോൾ ദ ടേം ഡ്യൂ ബൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആഡിറ്റ് നോട്ട്സിൽ അത് ലയബിലിറ്റി ആയിരിക്കും. D2 ആണെങ്കിൽ അസറ്റ് ആയിരിക്കും. അടുത്ത് നോക്കി, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആക്ട്, വലിയ അക്ഷരമാണ്, കെയിം ഇൻ ദ ഫോഴ്സ് ഇൻ ദി ഇയർ, അതായത് 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. 1949 17 എന്ന് പറയും. 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ്. 1949 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജൂലൈ 1949. ആ വർഷം തന്നെ ജൂലൈ 1 ഈ ആക്ട് നിലവിൽ വന്നത്. കേട്ടുവോ? അടുത്ത, അപ്പോൾ ഇതാണ് 1949. അടുത്തത്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? ഒരു സൊസൈറ്റിയിൽ ഉടമസ്ഥയിലുള്ള എത്ര? നോ ഡിപ്രിസിയേഷൻ അല്ലേ? ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല. ശരി, അടുത്ത, ദ ഓഡിറ്റ് that is made compulsory under statute is called, എന്താ പറയും? നിയമപ്രകാരം കൃത്യമായി നടത്തിയിരിക്കേണ്ട ഓഡിറ്റിന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ്. ഓക്കെ, അടുത്തത്, ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഡിറ്റ് ഈസ് ഓപ്ഷണൽ? ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഡിറ്റ് ഈസ് ഓപ്ഷണൽ? ഈ താഴെ പറയുന്ന ഏത് കേസിലാണ് സൗകര്യം ഉണ്ടെങ്കിൽ ഓഡിറ്റ് നടത്തിയാൽ മതി എന്നുള്ളത്? ഓഡിറ്റ് നടന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടൊന്നും ചെയ്യണ്ട, നിയമമൊന്നും പറയുന്നില്ല. അപ്പോൾ താഴെ അങ്ങനെ നോക്കണം. അത് ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്ന ഏത് സംഗതിയിലാണ് ഓഡിറ്റ് ഈസ് ഓപ്ഷണൽ? ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല, സൗകര്യം ഉണ്ടെങ്കിൽ നടത്തിയാൽ മതി. അതിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സൗകര്യം ഉണ്ടെങ്കിൽ നടത്തിയാൽ മതിയോ? അല്ല, നിർബന്ധമായി നടത്തിയിരിക്കണം. നൺ ഓഫ് ദി അബോവ്, അത് കളാ. ട്രസ്റ്റ്, അതിലെ ഓഡിറ്റ് വേണം, അത്യാവശ്യമാണ്. പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ എന്ന് പറഞ്ഞാൽ സോൾ ട്രേഡർ ബിസിനസ്, അതിന് ഓഡിറ്റ് അയക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി അല്ലേ? ഒരു പ്രൊപ്പറേറ്ററി കൺസേണിൽ ഓഡിറ്റ് നടത്തുന്നത് അയക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി. ട്രസ്റ്റിൽ ഓഡിറ്റ് വേണം. അപ്പോൾ ഇവിടെ ഓഡിറ്റ് നടത്തുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഓഡിറ്റ് നടത്തുക. അയാൾ തന്നെയാണ് എല്ലാം നോക്കുന്നത്, അയാൾ തന്നെയാണ് പണം മുടക്കിയത്, അയാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, അയാൾ തന്നെ കണക്കെഴുതുന്നു, അയാൾക്ക് ഇനി ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശരി, അടുത്തത്, എറേഴ്സ് അതർ ദാൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഈസ് ജനറലി കാൾഡ് ആസ് ഡാഷ് എറേഴ്സ്. മൊത്തത്തിലുള്ള തെറ്റിനെ നമ്മൾ രണ്ടായി തിരിക്കും. ഒന്ന് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നും മറ്റൊന്നുള്ളതിനെ ക്ലറിക്കൽ എറേഴ്സ് എന്നും പറയും. ക്ലറിക്കൽ എറേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ടെക്നിക്കൽ എറേഴ്സ് എന്ന് പറയും. ടെക്നിക്കൽ എറേഴ്സ്. അപ്പോൾ ഇവിടെ ഉത്തരം നമ്മൾ പറയുകയാണെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ്, അല്ലെങ്കിൽ ഇതിന് പറയാവുന്ന ടെക്നിക്കൽ എറേഴ്സ്. അടുത്തത്, ഈ ക്ലറിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സ് എന്ന് പറയുന്നതാണ് എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്നൊക്കെ പറയുന്നതെല്ലാം ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത്, എ സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ. സ്പെസിഫിക് റിസർവ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് റിസർവ് എന്ന് പറയുമ്പോൾ റിസർവ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ് അല്ലേ? ഒരു സ്പെസിഫിക് റിസർവ് എന്ന് പറയുമ്പോൾ, സാധാരണ റിസർവ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക പർപ്പസ് ഇല്ല. അത് എന്താവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാനായി ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ടാണ്. സ്പെസിഫിക് റിസർവ് എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, അതിൻ്റെ പ്രത്യേക പർപ്പസ് ഉണ്ട്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ആ റിസർവ് മാറ്റിവെക്കുക. ആ റിസർവിന് ഒരു പ്രൊവിഷൻ്റെ സ്റ്റാറ്റസേ ഉള്ളൂ. ഏതിന്? സ്പെസിഫിക് റിസർവ് ഈസ് എ പ്രൊവിഷൻ. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് റിസർവ് ഒരു പ്രൊവിഷനാണ്. പ്രൊവിഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്?
Provision is created by debiting in the profit and loss account, but reserve is created by debiting in the profit and loss appropriation. അപ്പോൾ ഇവിടെ പറഞ്ഞത് സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഒന്ന് ക്രെഡിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഡെബിറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നൺ ഓഫ് ദീസ്. എന്താ പറയുന്നു? ഡെബിറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അതായത് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത് ഒരു പ്രൊവിഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. സ്പെസിഫിക് റിസർവ് പ്രൊവിഷനാണ്, അതുകൊണ്ടത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോകും. അടുത്ത് നോക്കി, സമ്മറി ഓഫ് ഡിഫക്ട്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഡാഷ് പാർട്സ്. രണ്ട് ഭാഗങ്ങളിലായിട്ട് എഴുതുക, പാർട്ട് എയും പാർട്ട് ബിയും. ശരി, അടുത്തത് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടെയിൻ ദ ഡാഷ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു? ഗ്രോസ് പ്രോഫിറ്റ്. ഇതിനകത്ത് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നുണ്ട്, ഗ്രോസ് ലോസ് എന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് ലോസ് എന്ന്, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്ന് പറയുകയാണെങ്കിലോ? അതാണ് ശരി, അതാണ് ശരി. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഏതൊക്കെ? ഒന്ന് ഏതാ? ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിന് റവന്യൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. മറ്റൊന്നിന് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെൻറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ രണ്ടായിട്ട് പറയുന്നു. ആദ്യത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്നതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളല്ലേ. ഇതാ എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര രൂപ വേജ് കൊടുത്തു, എത്ര രൂപ സാലറി കൊടുത്തു, അവിടെ നടന്ന പ്രവർത്തനങ്ങളല്ലേ അതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസിൽ നമ്മൾ ആദ്യം പറയുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെ പറയും. പക്ഷേ അത് ഒരു ട്രേഡിംഗ് കൺസേണിലാണ് ഇങ്ങനെ വരിക. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ദേ ഹാവ് ടു പ്രിപ്പയർ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഓൾസോ. അവർ ഈ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായി ആദ്യം ഉണ്ടാക്കേണ്ടത് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. ആദ്യം വേണ്ടത് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് തന്നെയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനല്ലേ? അല്ല, അല്ല. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഈ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. Manufacturing account is a nominal account which is prepared by the manufacturing concerns to find out the cost of goods produced. Cost of goods produced, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് ഏത് അക്കൗണ്ട്? മാനുഫാക്ചറിങ് അക്കൗണ്ട്. ലാഭനഷ്ടം കണ്ടുപിടിക്കാനല്ല. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിങ് കൺസേൺസ് ആണ്. റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവന്ന് അത് പ്രൊഡക്ഷൻ നടത്തി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന സ്ഥാപനങ്ങളാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കുക. ഈ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് മെയിൻലി എന്നല്ല, ദീസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെ കോസ്റ്റ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയും. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റംസ് ഏതൊക്കെ? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത് തന്നെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റങ്ങൾ തന്നെയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ പിന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണ്ട. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റങ്ങളെല്ലാം മനസ്സിലിരിപ്പുണ്ടല്ലോ അല്ലേ, കുറേ ഐറ്റമൊക്കെ. അതിലൊന്ന് മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ പറയുന്നതൊക്കെ എടുക്കാവുള്ളൂ. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്.
ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഏത് സ്റ്റോക്ക് എന്നറിയാമോ? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രം. സ്റ്റോക്ക് 3 തരത്തിലുണ്ട്. ഏതൊക്കെ? റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയലുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. 3 തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാവൂ. ഓപ്പണിംഗ് സ്റ്റോക്കും അത് തന്നെ, ക്ലോസിംഗ് സ്റ്റോക്കും അത് തന്നെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. വേറൊരു സ്റ്റോക്ക് എടുക്കരുത്. അതായത് റോ മെറ്റീരിയൽസിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും സ്റ്റോക്ക് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് എടുക്കുക. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കില്ല, മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എടുക്കും. അതെല്ലാം മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് വരുന്ന എന്തൊക്കെയെന്ന് പറയട്ടെ. 1, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. 2, ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടുമെന്നല്ലേ പറഞ്ഞ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റും. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് റിവീൽഡ് ത്രൂ ദി മാനുഫാക്ചറിങ് അക്കൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ 2 ഐറ്റം. 1, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, പിന്നെ വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നിന്ന് വരുന്നത്. ക്രെഡിറ്റിൽ ഇടുന്ന 2 ഐറ്റം ഏതൊക്കെയെന്നറിയാമോ? 1, സെയിൽസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ബാക്കിയുള്ള സർവമാന ഐറ്റവും എവിടെ കൊണ്ടുപോകും? എവിടെ എഴുതും? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എഴുതും. അപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു അക്കൗണ്ട് മാത്രമാണ്. ബാക്കിയുള്ള ഐറ്റം എല്ലാം മാനുഫാക്ചറിങ് അക്കൗണ്ടിലായിരിക്കും എടുക്കുക. അപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. വരയ്ക്കുന്നത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കൺസേൺസ് ആണ്. ഈ അക്കൗണ്ട് വരയ്ക്കുന്നത് പ്രധാനമായും എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? പ്രധാനമായും ഒന്നല്ല, എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയുന്നിരിക്കട്ടെ. സ്ക്രാപ്പ് വരുന്ന സാധാരണ ബിസിനസ്സിൽ വരില്ല. ഈ സ്ക്രാപ്പ് വരുന്നത് മാനുഫാക്ചറിങ് കൺസേണിലല്ലേ സ്ക്രാപ്പ് ഉള്ളൂ. റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവന്ന് ഉൽപ്പന്നം നടത്തി കഴിയുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്ക്രാപ്പ് ആവും. അത് മാനുഫാക്ചറിങ് കൺസേണിലല്ലേ സ്ക്രാപ്പ് ഉള്ളൂ. അപ്പോൾ ഈ സ്ക്രാപ്പ് വിറ്റ് ഞാൻ പറഞ്ഞു, സെയിൽ നടന്നാൽ അത് മാനുഫാക്ചറിങ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത് സെയിൽ. പക്ഷേ സെയിൽ ഓഫ് സ്ക്രാപ്പ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് കണ്ടുപിടിക്കാതെ നിന്ന് കുറച്ച് കളയണം. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് കേട്ടിരുന്നാൽ മതി. ശരി, പോട്ടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അടുത്തതിലേക്ക് നമ്മൾ പറയും. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും കമ്പനി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഡാഷ്. ഏതിൻ്റെ? അല്ല, ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ല. ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത്. പക്ഷേ ഡിവിഡൻഡ് കൊടുക്കുന്നത് അറ്റ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ. അതേ മക്കളെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഡിവിസിബിൾ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഷെയർ വാല്യൂ. ഇവിടെ ഷെയർ വാല്യൂ എന്ന് പറയാം. പക്ഷേ ഈ ഷെയർ വാല്യൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ്. നെറ്റ് പ്രോഫിറ്റും അല്ലടാ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നിങ്ങളിൽ ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് 100 രൂപയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ കമ്പനിയിൽ അടച്ചിരിക്കുന്ന തുക 80 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 80 രൂപയല്ലേ ഉള്ളൂ. ഇനി ആ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. ആ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും 10% ഡിവിഡൻഡാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ കേട്ടെ, ഈ 10% എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റലുണ്ട്. എത്ര രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുണ്ടോ അതിൻ്റെ 10% ഓരോരുത്തർക്കും ഡിവിഡൻഡ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 8 രൂപയല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ 8 രൂപ ഏതിൻ്റെ 10% ഓൺ ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് അറ്റ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. ഇവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഷെയർ വാല്യൂ എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം എന്താ?
അവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഓതറൈസ്ഡ് ക്യാപിറ്റലും എല്ലാം അല്ല, പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും എല്ലാം ഒന്നല്ലേ? ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ 100 രൂപ വീതം വിലയുള്ള 10 ഷെയർ വാങ്ങിയാൽ 1000 രൂപ അന്നേരം കൊടുക്കണ്ടേ? അല്ലാതെ സെക്രട്ടറി ഇരുന്ന് മുറിച്ച് ആദ്യം അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കാൾ, സെക്കൻഡ് കാൾ അങ്ങനെ വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന തുക തന്നെയായിരിക്കുമല്ലോ പെയ്ഡപ്പും. അതുകൊണ്ട് ഷെയർ വാല്യൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ സാധാരണ കമ്പനിയിൽ ഈ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുക, അറ്റ് എ പെർസെൻറ്റേജ് ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. അത് കൊടുക്കുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ്. ഡിവിസിബിൾ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് എബിറ്റ് എന്ന് പറയുന്നത്. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഈ എബിറ്റിനകത്തുനിന്ന് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കി കിട്ടുന്ന എമൗണ്ടിന് PBT എന്ന് പറയും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഈ ആദ്യം പറഞ്ഞ പ്രോഫിറ്റാണ് എബിറ്റ്. എബിറ്റാണ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എബിറ്റിൻ്റെ വേറൊരു പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിന് ആദ്യം നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പലിശ കുറയ്ക്കണം. പലിശ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT എന്ന് പറയും. അതിൽ നമ്മൾ ടാക്സ് കുറയ്ക്കണം. ഈ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതാണ് പാറ്റ്. ഈ പാറ്റ് എന്ന് പറയുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ ഈ പാറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ഡിവിഡൻഡൊക്കെ കൊടുക്കേണ്ടത് ഇതിനകത്ത് നിന്നാടാ. കേട്ടില്ലേ? ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എടുത്ത് വീതിച്ചു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിന് ടാക്സ് കൊടുക്കണം. ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് പ്രോഫിറ്റ്. എന്താ പറയും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. അതിന് പറയുന്ന പേരാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് ആദ്യം ഡിവിഡൻഡ് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ പാറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആദ്യം ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ആർക്ക്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആദ്യം കൊടുക്കണമെന്ന് പറയാം. അവർക്കൊരു ഫിക്സഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും ഡിവിഡൻഡ് ആദ്യം കൊടുക്കുക. ബാക്കി വരുന്ന എമൗണ്ടിൽ നിന്ന് അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് അവർക്ക് ഡിവിഡൻഡായി കൊടുക്കണോ വേണ്ടയോ എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കും. കമ്പനി തീരുമാനിച്ചിട്ട് കൊടുക്കണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഉറപ്പായി കിട്ടുമെന്നൊന്നുമില്ല. കമ്പനിയിൽ ചിലപ്പോൾ ലാഭം കാണും, എന്നാലും ബോർഡ് പറയുന്നു അല്ലെങ്കിൽ കമ്പനി തീരുമാനിച്ചു ഇപ്പം ഡിവിഡൻഡ് കൊടുക്കണ്ട, വേണ്ട. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെയല്ല. ദേ വിൽ ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, എഗ്രീഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് ആദ്യമേ കിട്ടും. അപ്പോൾ ആദ്യം ഈ പാറ്റിൽ നിന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് ഈ പാറ്റിൻ്റെ വേറെ പേരെന്താ? അതാടാ ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് അല്ല ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഡിവിഡൻഡ്. അത് എവിടെ നിന്ന് കൊടുക്കണം? ഡിവിസിബിൾ പ്രോഫിറ്റിന് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നെറ്റ് പ്രോഫിറ്റിൻ്റെയോ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെയോ സർട്ടൻ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് എന്ന് കണക്കാക്കരുത്. ഡിവിഡൻഡ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് നിശ്ചിത ശതമാനമാണ് കൊടുക്കുന്നത്. ഈ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ടാക്സ് അല്ല, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ആ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ലാഭത്തിൽ നിന്നാണ്. ആ ലാഭത്തിൽ നിന്ന് ആദ്യം പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റിൽ നിന്ന് ബാക്കിയുള്ള പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. അതവർക്ക് ഡിവിഡൻഡായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ബോർഡാണ്. ആ പ്രോഫിറ്റിന് പറയുന്നത് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് കടക്കാം. ദ ഓബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ടു നോ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാന ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ദ ഓബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറിയാൻ, ലിക്വിഡിറ്റി അറിയാൻ, പിന്നെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ, ആൾ ഓഫ് ദീസ് അതായത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ പ്രധാനമായും ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത അറിയാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അതിന് വേണ്ടിയിട്ടാണ്. അതിന് മാർക്ക് കിടുമല്ലോ.
60-40 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുക. ഓക്കെ, അടുത്തിലേക്ക് പോകും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്, പിന്നെ ലയബിലിറ്റി, അസറ്റ്, നൺ ഓഫ് ദി എബോവ്. എന്താ പറയുന്നു? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന അസറ്റാണ്. അതിൽ നമ്മൾ ഒരുപാട് കാര്യം കേൾക്കണം. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഎയിൻഡ് ഇൻകം, ഇൻകം ടാക്സ്, സെയിൽ ടാക്സ് അല്ലെ ഇൻകം ടാക്സ്, GST ഇല്ലേ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ട്രയൽ ബാലൻസിനകത്ത് തരികയാണെങ്കിൽ എവിടെ എടുക്കും? അതൊരു ചോദ്യം സ്വാഭാവികമായും പ്രതീക്ഷിച്ചോണം. കേട്ടല്ലോ? ശരി, പോട്ടെ, നമുക്ക് ഇപ്പോൾ അത് പറയാൻ സമയമില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് എന്താ പറയും? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു അസറ്റാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ്, അൺഎയിൻഡ് ഇൻകം ലയബിലിറ്റിയാണ്, അക്രൂഡ് ഇൻകം അസറ്റാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദ ഓഡിറ്റ് വർക്ക് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻവോൾവ്സ് ഡാഷ് സ്റ്റേജസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എത്ര 4 സ്റ്റേജുകളുണ്ട്. അത് ശരിയാണ്. ഏതൊക്കെയാണാവോ 4 സ്റ്റേജുകൾ? ഒന്ന് മെക്കാനിക്കൽ ഓഡിറ്റ്, 2 മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ തീർന്നോ? ഇത് 3 ആയുള്ളൂ. 3 ആയിട്ടുള്ളൂ. റിക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, reconciliation of bank accounts and verification of various schedules. Reconciliation of bank accounts and verification of various schedules. ഇതാണ് 4ാമത്തെ സ്റ്റേജ്. അപ്പോൾ ഏതൊക്കെയെന്ന് പറ? മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, preparation of final statements, then reconciliation of bank accounts and verification of various schedules. ആ സ്റ്റേജസ് കൂടെ എഴുതി വെച്ചാൽ 4 മാത്രം പഠിച്ചു വെക്കാതെ. 4 പറഞ്ഞത് ഉറപ്പാണ്. ആ 4 പറഞ്ഞത് ഇതൊക്കെയാണ്. ഏതൊക്കെ? ഒന്ന് മെക്കാനിക്കൽ ഓഡിറ്റ്, 2 അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, 3 പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് റിക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് ഷെഡ്യൂൾസ്. റിക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് ഷെഡ്യൂൾസ്. ഓക്കെ, അടുത്തത് പറയട്ടെ. ഡാഷ് എക്സ്പെൻഡിച്ചർ വിൽ നെവർ ബി എ ലോസ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എക്സ്പെൻഡിച്ചർ ഒരു കാരണവശാലും അതൊരു ബിസിനസ്സിന് നഷ്ടമായി വരത്തില്ല. ഏത് എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് നഷ്ടമാകാം. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഒരു കുറേ പേർക്ക് സാലറി കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സാലറിയിൽ നഷ്ടം വരാൻ സാധ്യതയില്ലേ? മാസം തോറും 50,000 രൂപ വരെ ശമ്പളം. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുണ്ട്. അവൻ്റെ ശമ്പളം നമുക്ക് മുതലാണ്. ഉറക്കം തൂങ്ങിയിരിക്കുന്നവന് ഈ 50,000 രൂപ കൊടുക്കേണ്ടേ? അപ്പോൾ അത് നമ്മൾ തന്നെ പറഞ്ഞല്ലോ. ചിലർ പറയാറില്ലേ, അവന് കൊടുക്കുന്ന ശമ്പളം പാഴാ, ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ശമ്പളം നമുക്ക് നഷ്ടമല്ലേ? അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിലൂടെ റിട്ടേൺ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായിരിക്കും?
അതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് റിട്ടേൺ ഒന്നും വന്നില്ലെങ്കിൽ അതിനെ ലോസ് എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ 500 രൂപ ചിലവാക്കി, തിരിച്ച് കിട്ടിയത് 300 രൂപ മാത്രമാണ്. 200 രൂപ ആ വഴിക്ക് പോയി. ആ 200 രൂപ തിരിച്ച് വന്നില്ലല്ലോ, അതിന് റിട്ടേൺ ഒന്നും കിട്ടിയില്ലല്ലോ, അതാണ് ലോസ്. 300 രൂപ എക്സ്പെൻസാണ്, മറ്റേ ലോസാണ്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താവാനുള്ള സാധ്യതയുണ്ട്? ലോസ് ആവാം. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് അസറ്റുകൾ വാങ്ങുന്നതും മറ്റുമാണ്, അത് ലോസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് പറയാവുന്നത് ഡാഷ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോസ് ആവില്ല. അടുത്തത്, പോസ്റ്റിംഗ് ഓഫ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ടു പേഴ്സണൽ അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. അതായത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന അത് ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ്. അപ്പോൾ റവന്യൂ ഐറ്റത്തെ പേഴ്സണൽ അക്കൗണ്ടായി കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അടുത്ത നോക്കി, 3 പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാർ. ഇല്ല, ഇത് 3 അല്ല മക്കളെ, ദ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഹെൽപ്സ് ടു ലൊക്കേറ്റ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിലൂടെ ഏത് കണ്ടുപിടിക്കാൻ, എന്ത് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കും? കംപ്ലീറ്റ് ഒമിഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, പാർഷ്യൽ ഒമിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എറർ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പാർഷ്യൽ ഒമിഷൻ മാത്രം. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? ആഡിറ്റ് ബൈ അക്കൗണ്ടന്റ് ജനറൽ, ഫൈനൽ ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഡിറ്റ് ആരംഭിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഏത്? ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 2024 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഈ 2025 മാർച്ച് 31 ആവുമ്പോൾ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കില്ലേ? അത് അവസാനിച്ചതിന് ശേഷം ആ 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ ആഡിറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം മാത്രം ആഡിറ്റ് ആരംഭിച്ച് അവസാനിപ്പിക്കുന്നു. അതിനെയാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കണക്ക് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ആഡിറ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് ആഡിറ്റ് അല്ലെങ്കിൽ കൺകറന്റ് ആഡിറ്റ് എന്നൊക്കെ പറയാം അല്ലേ. ഇത് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷം അവസാനിച്ചിട്ട് മാത്രമേ ആഡിറ്റ് ആരംഭിക്കുള്ളൂ. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന ഫൈനൽ ഓഡിറ്റ്. റുട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ്. റുട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പിൽ നടക്കുന്ന സാധാരണയുള്ള നടത്തിപ്പിൽ വരുന്ന ഒന്നാണ് റുട്ടീൻ ചെക്കിംഗ് എന്ന് പറയാം. അതിനകത്ത് വരാത്തത് ഏത്? റുട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് വാല്യുവേഷൻ ഓഫ് അസറ്റ്, അതായത് ചെക്കിംഗ് ഓഫ് ഗുഡ്സ്, ചെക്കിംഗ് ഓഫ് ബാലൻസസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ്, ചെക്കിംഗ് ഓഫ് ക്യാഷ്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് വാല്യൂ ചെയ്യണ്ടേ? അത് ഒരു വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും, അല്ല റുട്ടീനായി വാല്യൂ ചെയ്യുന്നതല്ല. മനസ്സിലായില്ലേ? വാല്യുവേഷൻ ഓഫ് അസറ്റ് എന്നോ അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നിരിക്കട്ടെ, അത് തന്നെ വർഷത്തിലൊരിക്കലാണ് നമ്മൾ ചെയ്യുക. എപ്പോഴും ഫൈനൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുമ്പോഴാണ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അല്ലാതെ അത് റുട്ടീൻ ചെക്കിങ്ങിൻ്റെയോ റുട്ടീൻ വാല്യുവേഷൻ്റെ ഭാഗമല്ല. അപ്പോൾ വാല്യുവേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും റുട്ടീൻ ചെക്കിങ്ങിൽ വരുന്നതല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്ന് എഴുതാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി പരീക്ഷ 15 അല്ലേ? 15-ാം തീയതിക്ക് മുമ്പ് എൻ്റെ ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും
വളരെ ആത്മാർത്ഥമായി പരീക്ഷ എഴുതുക, വളരെ കാര്യമായിട്ട് എഴുതുക. എല്ലാ പിള്ളേരും പഠിച്ചിട്ട് നല്ല പഠിച്ചിട്ട് എഴുതുകയാണ്. നിങ്ങൾ അതേപോലെ തന്നെ ആത്മാർത്ഥമായി പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു സർ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.